ഈ ബാക്ക് മാത്രം കട്ട് ചെയ്യാം. അങ്ങനെ സ്റ്റൂള് മാറ്റിയിട്ടാടാ. പിന്നെ ഷോൾഡർ ചെരിവ്, എന്നിട്ട് ഇവിടെ 0. ശേഷം നമ്മൾ എന്ത് ചെയ്തു, ബാക്ക് ഇങ്ങനെ മടക്കി വയ്ക്കണം. ബാക്ക് മടക്കി വെച്ച് ഫ്രണ്ട് മാത്രം എടുത്തിട്ട് കുഴിച്ച് കട്ട് ചെയ്യണം. ഈ നമുക്ക് ഇവിടെ ഇങ്ങനെ ചേർത്ത് വയ്ക്കാം. ഇവിടെ കട്ട് മാർക്ക്, ഹിപ്പിൻ്റെ അവിടെ ഒരു കട്ട് മാർക്ക്, വേസ്റ്റിൻ്റെ അവിടെ ഒരു കട്ട് മാർക്ക്. ഇനി നമുക്കിവിടെ റിഗാളിൻ്റെ ഇവിടെ ഒരു കട്ട് മാർക്ക്, ടക്കിന് വേണ്ടിയിട്ട് ഒരു കട്ട് മാർക്ക്, ഇവിടെ നെക്കിന് വേണ്ടിയിട്ട് ഒരു കട്ട് മാർക്ക് കണ്ടോ. ഇനി നമ്മൾ ഇത് പിന്നെ ഇനി പോയിൻ്റ് സൂചി എടുത്ത് ബാക്കിൽ നെക്ക് കട്ട് ചെയ്യണം. നമുക്ക് ഇപ്പോൾ 3.5 ഇഞ്ച് നെക്ക് കൊടുത്താണെങ്കിൽ 3.25 പാടുള്ളൂ. നെക്ക് ലെങ്ത്ത് 5, സ്ക്വയർ ബോക്സ് വരയ്ക്കാം. ബാക്ക് നെക്ക് കട്ട് ചെയ്യണം. ഫ്രണ്ട് നെക്ക് നമ്മൾ ക്യാൻവാസിലാണ് ചെയ്യണത്, അത് കാരണം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യില്ല. എന്ത് ചെയ്യണം, ഇനി നമുക്ക് ടക്ക് മാർക്ക് ചെയ്യാം. ടക്ക് നമുക്ക് ഇവിടെ കണ്ടോ, ഇപ്പോൾ ഇവിടെ ഫ്രണ്ടിന് മാത്രമാണ് വേണ്ടു. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് മാത്രം ഇങ്ങനെ ചെയ്യാം. എന്ത് ചെയ്യണം, ഇവിടെ ഒരു മാർക്കിങ് കൊടുക്കുക. അപ്പോൾ ബാക്കും ഫ്രണ്ടും ടക്ക് ഇടണമെന്നുണ്ടെങ്കിൽ, ഈ വലിയ ടക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ പിന്ന് കുത്താം. നന്നായിട്ട് ഇവിടെ കുത്താം. അതുപോലെ തന്നെ ഇവിടെ പിന്നെ കുത്താം. ഇനി നമുക്ക് ബാക്ക് കണ്ടോ, ഇവിടെ കിട്ടിയില്ലേ, ഇവിടെ ഒരു മാർക്കിങ് കൊടുക്കാം. ഇവിടെയും ഒരു മാർക്കിങ് കൊടുക്കുക. ഇതുപോലെ തന്നെ ഇവിടെയും പുറത്ത്. അപ്പോൾ നമുക്ക് ബാക്ക് ടക്ക് ഇടാനുള്ള മാർക്കിങ് കിട്ടി. ഫ്രണ്ട് ടക്ക് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ട് മാർക്കിങ്. ഫ്രണ്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഇടാത്തവർക്ക് അവിടെ മാർക്കിങ് കൊടുക്കണ്ട.